Praise the Lord. Hallelujah. Thank you Lord Jesus. ഓ സന്തോഷമുള്ളവർ ആമേൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് നമ്മുടെ നായകനായി നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഭാരങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ കടന്നു വരട്ടെന്ന് ഹല്ലേലൂയ തീച്ചൂളയുടെ നടുവിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തി ആമേൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളല്ലേ അതേ തീച്ചൂള. ഹല്ലേലൂയ. ആമേൻ. അതേ തീ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വാഗ്ദത്തമാണെന്നേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അതേ പ്രവാചകന്മാരിലൂടെ കേൾപ്പിച്ച പ്രവചനത്തിന്റെ നിവൃത്തി ഇന്നും നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതേ തീച്ചൂള അതേ നിന്നെ ദഹിപ്പിക്കാതെ, പെരുവെള്ളം നിന്റെ മേൽ കവിയാതെ. ഹല്ലേലൂയ. എല്ലാ നാളും കൂടെയിരിക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകലിൽ കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ ആമേൻ അത് അനുഭവിച്ചവർ മൗനമായിരിക്കാതെ അതരങ്ങൾ തുറന്ന് ഓ കരങ്ങളടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശക്തി എവിടെയെല്ലാം ആമേൻ അതേ വിളംബരം ചെയ്തിട്ടുണ്ടോ, ആ വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആമേൻ ഈ ലൈവിലൂടെ ആമേൻ ദൈവവചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ, എന്നെ ശക്തീകരിച്ച ആമേൻ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ശ്രോതാക്കളായി ഈ ലൈവിലായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ ഇന്ന് രാത്രി ദൈവം നൽകിയ ആ സന്ദേശം ആമേൻ അതെ നാം ഒരുമിച്ച് ചിന്തിക്കുവാനായി പോകുകയാണ്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രി. ഹല്ലേലൂയ. ഈ 16 പകലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ദൈവം ആമേൻ ഇന്ന് രാത്രി നമ്മെ പിന്നെയും നിറയ്ക്കുവാൻ ശക്തനാണ്. പകലിന്റെ മണിക്കൂറുകളിൽ ആമേൻ പ്രാർത്ഥനാ പങ്കാളികളായി അനേകരെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അനേക ദൈവവൃത്യന്മാർ, ദൈവദാസന്മാർ, ദൈവമക്കൾ ആമേൻ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് രാത്രിയിലും ആമേൻ കർത്താവിന്റെ വചനം പ്രഘോഷിപ്പാൻ ആമേൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഈ പകൽ കർത്താവ് കൃപ ചെയ്തു. അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അവിടെ നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദിയുള്ളവരായി കുടുംബമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പാടുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, എവിടെയായിരുന്നാൽ, ഏത് ഭവനത്തിലായിരുന്നാൽ, ഏത് സാഹചര്യത്തിലായിരുന്നാലും ആമേൻ ആലയിൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും അതിനകത്ത് ഇറങ്ങി വന്ന് രക്ഷിപ്പാൻ ശക്തനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അത് ഞങ്ങളുടെ നടുവിൽ അങ്ങ് പകരുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ആമേൻ ഇന്ന് രാത്രിയിലും പാപികൾ മനം തിരിയത്തക്ക വിധത്തിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധത്തിൽ, രോഗികൾ മനം തിരിയത്തക്ക വിധത്തിൽ, ദുഃഖിതർ ആശ്വാസം പ്രാപിക്കത്തക്ക വിധത്തിൽ, കുരുടർ കാഴ്ച പ്രാപിക്കത്തക്ക വിധത്തിൽ, ചെകിടർ കേൾവി പ്രാപിക്കത്തക്ക വിധത്തിൽ, മുടന്തൻ നടക്കുന്ന ആമേൻ അതേ വിധത്തിൽ അതേ ശക്തി വെളിപ്പെടുത്തി ആമേൻ അവിടുത്തെ ദൈവസഭയെ ആമേൻ അതേ വളർത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ആമേൻ ഞങ്ങളായിരിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ആടുവാൻ, പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം കർത്താവേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികൾ അത് വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുവാൻ ശക്തനാകയാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ആദ്യോടെ പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ആ ഇരു കരങ്ങളും ആമേൻ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. ഓ ആ കരകളെ വീശി ഹല്ലേലൂയ. മന്ത്രിയാം ദൈവം താതന വീരനാം ദൈവം ആരുമില്ല അവനെ പോലാരാമില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പകരാൻ ആരുമില്ല, അവനെ പോലാരാധനില്ല. കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി. സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോൾ അവിടെ മധ്യേ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ആരാധനയുടെ മധ്യേ ഇറങ്ങി വരികയാണ്. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു.
തേടിടുന്നു അമ്മേ നടത്തിടുന്നു ദൈവമേ നടത്തിടുന്നു അമ്മേ താൻ കൃപയാ എന്നെ നടത്തിടുന്നു അമ്മേ താൻ കൃപയാ എന്നെ നടത്തിടുന്നു ചോദനയാൽ ഉള്ളം തകർന്നിടുന്നു കണ്ണുകൾ നിറഞ്ഞിടും ഉള്ളം തകർന്നിടും അമ്മേ കണ്ണുകൾ നിറഞ്ഞിടും ഓ ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ ഓ ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ ഓ നടത്തിടുന്നു അമ്മേ ദൈവമെന്നെ നടത്തിടുന്നു ആൾത്തോറും അമ്മേ താൻ കൃപയാ എന്നെ നടത്തിടുന്നു അമ്മേ നാൾത്തോറും ഓ താൻ കൃപയാ എന്നെ നടത്തിടുന്നു. Praise the Lord. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് പാടി ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ആമേൻ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ആമേൻ ഭാഗ്യകരമായി കണ്ടുകൊണ്ട് ആമേൻ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞവർ ഓ നന്ദിയോടെ ഒരിക്കൽ കൂടെ ആ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise Jesus. ഹല്ലേലൂയ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഉല്ലാസത്തോടെ ആമേൻ ഈ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ആമേൻ ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരാശകൾ മാറ്റി വേദനകൾ മാറ്റി ആകുലതകളെ മാറ്റി ആമേൻ നമ്മെ നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവർ ആമേൻ തുടർന്ന് ആമേൻ ദൈവവചന ആമേൻ കേൾക്കുവാനായി സമയങ്ങൾ വേർതിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വ്യക്തിപരമായി നിങ്ങളോട് ദൈവം ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനം ആമേൻ റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ്. ഹല്ലേലൂയ. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് തിരിച്ചും മറിച്ചും വായിച്ചാൽ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്ന വാക്യങ്ങൾ വായിക്കുന്നതോറും പുതിയ വരത്തക്ക വിധത്തിൽ ആശയങ്ങളെ കൊണ്ട് ഹല്ലേലൂയ നിറഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ കുറുവാക്യമായി വായിക്കുന്ന വാക്യത്തിനകത്ത് പുതുമയായിട്ടൊന്നും ഇല്ല എന്ന് ചിന്തിക്കരുത്. ഇതിനകത്ത് നിന്ന് ആവശ്യമായത് ആഴത്തിലേക്ക് ഇറക്കി നിറച്ച് തരുവാൻ തക്കവണ്ണം ശക്തനായവർ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരകളെ തട്ടി ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ ആമേൻ ആമേൻ. അതെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് ആമേൻ അരുമനാഥൻ തന്റെ അരുമ ശിഷ്യനായ പത്രോസിനോട് അടുത്തു വന്ന് ചോദിച്ചപ്പോൾ തകർന്ന ഹൃദയത്തിനുടമയായി ആമേൻ നാഥാ കഴിഞ്ഞ രാത്രി അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഒത്തിരി അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല. ആമേൻ പകൽ നിരാശനായി ആമേൻ ഇരിക്കുന്നവന്റെ അരികിൽ വന്ന് കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ നാഥാ കഴിഞ്ഞ രാത്രി അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ആമേൻ നിരാശനായിരിക്കുന്ന പത്രോസിന്റെ അരികിൽ വന്ന് ആമേൻ ആ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് അവനെ കൈപിടിച്ചിറക്കി അവന്റെ വല നിറച്ച് കോരത്തക്ക വിധത്തിൽ ഹല്ലേലൂയ കരുതിയ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ ആമേൻ അനുഭവിച്ചറിഞ്ഞ ഭക്തൻ എഴുതി അവൻ നമുക്കായി കരുതുന്ന ദൈവമാ. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവനെ അവൻ തക്ക സമയത്ത് ഉയർത്തുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോകത്തിൽ ആരും നിനക്ക് തന്ന് ആമേൻ നിന്നെ ഉയർത്തുവാൻ തയ്യാറായി
തയ്യാറായാലും ആമേൻ ഒരു പരിധിയുണ്ട് അവരൊക്കെ തരുന്നതിനും ഉയർത്തുന്നതിനും. ഹല്ലേലൂയ. എന്നാൽ പരിധിയില്ലാതെ കണ്ട് ആമേൻ നിനക്ക് തന്ന് നിന്നെ ഉയർത്തുവാൻ ശക്തനായ ഒരുവനുണ്ട്. അവൻ കൽപ്പിച്ചാൽ കാക്കയും ആമേൻ ഏലിയാവിന് കൊടുത്തതുപോലെ. ഹല്ലേലൂയ. ആമേൻ വിധവയുടെ ആമേൻ കയ്യിലിരുന്നതും ഭക്തന് അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ. ഹല്ലേലൂയ. ഒരു കാലത്ത് ആമേൻ അതെ ദൈവം ആമേൻ കൊടുത്തതും ഭക്ഷിച്ചിരുന്ന ആ ഭക്തന്റെ അനുഭവം. ഹല്ലേലൂയ. അതെ തോട്ടിലെ വെള്ളം വറ്റി. കാക്കയുടെ വരവ് നിന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ തോട്ടിലെ ഉറവ വറ്റിയാലും ആമേൻ അടുത്ത കാക്കയല്ല അടുത്ത വിധവയെ ഒരുക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി ഭക്തനാണോ? ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ജീവിതമാണോ നിന്റേത്? അങ്ങനെയെങ്കിൽ തളർന്നു പോകുവാൻ നശിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം സമയാസമയത്ത് നിനക്ക് വേണ്ടുന്നത് ചെയ്യുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നും കാക്കയുടെ വരവ് നോക്കി ഇരുന്നവൻ. ഹല്ലേലൂയ. ഒരു ദിവസം ആമേൻ കേൾക്കുകയാ, ഏലിയാവേ എഴുന്നേക്ക്, നീ സാരാഫാത്തിലെ വിധവയുടെ ആമേൻ വീട്ടിലേക്ക് പോകാനല്ല പറഞ്ഞത്. ആമേൻ നിന്നെ പുലർത്തുവാൻ ഞാൻ ആമേൻ അതെ സാരാഫാത്തിൽ ആമേൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിധവ ആരാണെന്ന് അറിയത്തില്ലെങ്കിലും ആമേൻ അത് അവൻ വിശ്വസിച്ച് ചുവട് വെച്ച് അവൻ ചെന്നെടുത്ത് കൽപ്പിച്ചാക്കിയ വിധവയെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്താൽ ചുവട് വെക്കുന്ന ആമേൻ ദൈവ പൈതലേ, വിശ്വാസ ചുവട് വെച്ച് നീ ചെല്ലുന്നിടത്ത് നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം അതെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, നിന്റെ കരങ്ങൾ കൊണ്ട് എടുക്കുവാൻ, ആമേൻ രുചിക്കുവാൻ, അനുഭവിക്കുവാൻ ആമേൻ അവസരമൊരുക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നലെ വരെ ആമേൻ തോട്ടിന്റെ വക്കത്തിരുന്ന് തോട്ടിലെ വെള്ളം കുടിച്ച് ആമേൻ കാക്ക കൊണ്ടുവരുന്ന ആഹാരം കഴിച്ച ശീലമേ ഏലിയാവിനുള്ളൂ. എന്നാൽ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ തോട്ടിലെ വെള്ളം വറ്റുമെന്നും കാക്കയുടെ വരവ് നിൽക്കുമെന്നും പറഞ്ഞില്ല. ആമേൻ അതെ സാരഫാത്തിലേക്ക് പൊക്കോ. ഹല്ലേലൂയ. ആമേൻ അതെ അവിടെ ഒരു വിധവയോട് ആമേൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ കാക്കയിലൂടെയും വിധവയിലൂടെയും ആമേൻ അതെ ഉപജീവനം ആമേൻ കഴിക്കുവാൻ, ആമേൻ അഹോവർത്തി കഴിക്കാൻ അല്ലെ വെള്ളവും അപ്പവും ആഹാരവും ഒക്കെ അങ്ങനെയാ ഏലിയാവ് കഴിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ഏലിയാവിനെ പോറ്റിയ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്നെയും പോറ്റുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഒന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ ശക്തമായ ശുശ്രൂഷയിൽ ആമേൻ അതെ മുന്നോട്ട് വരുന്ന ആമേൻ ഹല്ലേലൂയ ഏലിയാവിനെ ആമേൻ അതെ ക്ഷീണിപ്പിച്ച് ആമേൻ ചൂരച്ചെടിയുടെ തണലിൽ ഇരുത്തി ആമേൻ അവനെ ഒതുക്കാൻ നോക്കിയ ഇസബേലിന്റെ ശക്തിയെ ഹല്ലേലൂയ ഭേദിക്കുവാൻ ഉതകുന്ന ദൂതനെ ആമേൻ അതെ അവൻ ഇരുന്നെടുത്തേക്ക് ഇറക്കിയെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അടുത്തേക്ക് ഉയരത്തിലെ സന്ദേശം എത്തിക്കാൻ സ്വർഗം ഒരു ക്രമീകരണങ്ങൾ ചെയ്തത് വെറുതെ അല്ല. ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ അതിശക്തിയോടുകൂടെ ഇനിയും മുമ്പോട്ട് നയിപ്പാൻ അവൻ ഒരു അന്ത്യകാല ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ അങ്ങേ അറ്റത്തിരുന്നു കൊണ്ട് ആമേൻ ഈ ശബ്ദം കേൾക്കുവാൻ ദൈവം ആമേൻ അവസരമൊരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി അത് സന്തോഷകരമായി കാണുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, അതെ രോഗക്കിടക്കയിലായിരിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഹല്ലേലൂയ നിന്റെ കാതിൽ കേൾക്കുന്നത് അതെ നീ ക്ഷീണിച്ചിരിക്കാനല്ല. ആമേൻ. അതെ നീ അതെ തിരിഞ്ഞും മറിഞ്ഞും കരഞ്ഞുകൊണ്ട് കിടക്കാനല്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് ഇനിയും അധികം ദൂരം മുൻപോട്ട് കർത്താവിന്റെ വേലയുടെ മുഖത്ത് അതെ സാക്ഷ്യമായി അതെ ജീവിക്കുവാനാണ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വായിക്കാം. അതെ റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. വിശ്വാസം കേൾവിയാലും കേൾവി
ക്രിസ്തുവിന്റെ വചനത്താലും വരും. ആമേൻ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെ തന്നെയാണ് പ്രസംഗം ആരംഭിക്കുന്നത്. കൂടുതൽ വിശ്വാസം എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ആമേൻ കൂടുതൽ വിശ്വാസം എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ആമേൻ. കൂടുതൽ വിശ്വാസം എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കുന്നു? ഒരു നിമിഷം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച്, ഒരാവശ്യം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ആമേൻ, എന്തിനാ വേദന, എന്തിനാ കഷ്ടത, എന്തിനാ പ്രതികൂലം? എബ്രായ ബാലന്മാർ 3 പേരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമനപ്പെടാൻ പറ്റുമോ? ഹല്ലേലൂയ. മഹാബലം. ഹല്ലേലൂയ. ഐക്യമതപ്പെട്ടാൽ മഹാബലം. ഹല്ലേലൂയ. 3 പേരും ഒരേ തീരുമാനം. രാജാവ് കൽപ്പന വിളംബരം ചെയ്തു, ഞാൻ പറയുന്നതിന് വിപരീതമായി നിൽക്കുന്നവരെ എല്ലാം പിടിച്ചു കെട്ടി തീച്ചൂളയ്ക്കകത്തിടും. എബ്രായ ബാലന്മാര് ഒരേ സ്വരത്തിൽ, ഒരേ അഭിപ്രായത്തിൽ, ഒരേ തീരുമാനത്തിൽ, രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ വണങ്ങുന്ന പ്രശ്നമില്ല, നിന്റെ വാക്കിനെ ഞങ്ങൾ ഭയപ്പെടുത്തില്ല. ആമേൻ. ഞങ്ങൾ ഭയപ്പെടുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ആമേൻ, ഞങ്ങൾ ആമേൻ വ്യതിചലിക്കുന്ന ആമേൻ അതേ പരിപാടിയാണ്. നോക്കണമേ, വിശ്വാസത്തിന്റെ ആഴം ഒന്ന് പരിശോധിക്കുകയാണ് ഇന്ന് രാത്രി. ആമേൻ. നിന്റെ വിശ്വാസത്തിന്റെ ആഴം ആമേൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് വെളിപ്പെടുത്തുവാൻ ചില പരിശോധനകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കടന്നു വരുമ്പോൾ എബ്രായ ബാലന്മാരെ പോലെ തീച്ചൂളയെ കണ്ട് തീരുമാനം മാറ്റി ആമേൻ ഓടുന്ന ആ ബാലന്മാരെ അല്ല നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആ തീരുമാനത്തിൽ സ്ട്രോങ് ആയി, ആ തീരുമാനത്തിൽ ഉറച്ച് അവർ 3 പേരും ഒരുമിച്ച് ആമേൻ ആ തീച്ചൂളയ്ക്കകത്തേക്ക് വീഴുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവരുടെ കൂടെ എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുന്നു പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസ തോണിയിൽ അക്കരയ്ക്കു പോകുന്ന ഹല്ലേലൂയ ഏറ്റുപാടാം. വിശ്വാസത്തോണിയിൽ അക്കരയ്ക്കു പോകുന്ന ഹല്ലേലൂയ. കാറ്റൊന്നടിക്കുമ്പോൾ ഊറ്റമായാലറുമ്പോൾ കൂട്ടിനായുണ്ടേശുനാഥൻ. തീരത്തടയുവാൻ തീരാമോദം പോകുവാൻ ഹല്ലേലൂയ. എല്ലാ നാളും ആമേൻ കൂടെ ഇരുന്ന് ശുഭകരമായി മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ആമേൻ. തീയുടെ ബലത്തെ കെടുത്തുന്നവൻ വിശ്വാസത്താൽ തീച്ചുളയ്ക്കകത്തേക്ക് കാലെടുത്തു വച്ചവരെ ആമേൻ സംരക്ഷിക്കുവാൻ ഇറങ്ങി വന്നെന്ന് ഇന്ന് രാത്രി തീച്ചുളയ്ക്കകത്തേക്ക് വിശ്വാസത്താൽ കാൽച്ചുവട് വെച്ച അതേ വിശ്വാസ വീരന്മാർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ സംരക്ഷിക്കുവാൻ സ്വർഗമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിനു വേണ്ടി ചുവട് വെക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി ആ സ്വർഗം ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് അതെ നിന്റെ വിശ്വാസത്തിന്റെ ആമേൻ പരിശോധന ആമേൻ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ കൊറോണയില്, ഈ മഹാമാരിയില്, ഈ പ്രതിസന്ധിയില്, ആമേൻ ഈ ഞെരുക്കത്തില്, ആമേൻ വിശ്വാസ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. കാറ്റടിക്കുമ്പോൾ, ഓളങ്ങളും തിരമാലകളും വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ നോട്ടം വ്യതിചലിക്കുമോ? നിന്റെ ആശ്രയം വ്യതിചലിക്കുമോ? ഹല്ലേലൂയ. നിന്നെ അന്ത്യം വരെയും അതെ പുലർത്താമെന്ന് പറഞ്ഞവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവ. അവനാ പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ആകയാൽ വിശ്വാസം കേൾവിയാലും ആരെ കുറിച്ച്? വിശ്വാസത്തിന്റെ നായകൻ
നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ഒരുവനിൽ വർദ്ധിക്കുന്നത്? കേൾവിയാലാണ്. ഹല്ലേലൂയ. കേൾവി ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ആമേൻ ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിന്നിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനിടയാകണം. ആ വിശ്വാസത്തോടു കൂടെ ആമേൻ തീച്ചുളയ്ക്കകത്തേക്ക് കാലെടുത്ത് വെച്ച ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ ഇറങ്ങിയ ആ ദൈവം ആമേൻ ഇന്ന് രാത്രിയിൽ ആമേൻ നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് തകർന്നു പോകാതിരിക്കുവാൻ പരിചയായി, രക്ഷയായി, സങ്കേതമായി, കോട്ടയായി, ആശ്രയമായി ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും അവന്റെ സാന്നിധ്യം. ഇന്ന് രാത്രിയിലും ആ രോഗക്കിടക്കയിലായിരിക്കുന്ന അതെ നീ അനുഭവിക്കത്തക്ക വിധത്തിൽ നല്ല വൈദ്യൻ ഹല്ലേലൂയ, സൗഖ്യനായകൻ ഹല്ലേലൂയ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാക്കുന്നവൻ ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്നെ അതെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആ കഷ്ടതയ്ക്കകത്ത്, ആ ഞെരുക്കത്തിനകത്ത്, ആ പ്രതികൂലത്തിനകത്ത്, ആ വെല്ലുവിളിക്കകത്ത് ഹല്ലേലൂയ, ആ ആക്ഷേപത്തിനകത്ത് ആമേൻ അതെ ആ നിന്ദിക്കപ്പെടുന്നിടത്ത്, ആ കമ്പനിയില്, ആ കുടുംബത്തില്, ആ പ്രതികൂലത്തില് അതെ ഇന്ന് രാത്രി ആമേൻ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം അത് കേൾക്കുന്നതിലൂടെ അതെ ദൈവവചനം ആമേൻ അതെ എന്തെങ്കിലും കേട്ടാ വിശ്വാസം വരില്ല കേട്ടോ. ഹല്ലേലൂയ. വാലല്ല തലയാക്കാം. ആമേൻ ആമേൻ അതെ അതും ഇതൊന്നും കേട്ടാ വിശ്വാസം വരത്തില്ല. ആമേൻ വിശ്വാസം വരണമെങ്കിൽ ആത്മാവിനാൽ എഴുതിയ ആമേൻ ജീവന്റെ ഉൾനട്ട വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാനായി ആമേൻ നീ കേൾക്കുന്ന വചനം ആമേൻ നീ ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. ആമേൻ അതെ കേൾക്കുന്നതിലൂടെയും ഹല്ലേലൂയ അതെ ശ്രദ്ധിക്കുന്നതിലൂടെയും ഹല്ലേലൂയ ദൈവവചനത്താൽ എന്ത് ചെയ്യുന്നു? വിശ്വാസം വർദ്ധിക്കുന്നു, വിശ്വാസം വരുന്നു. ഹല്ലേലൂയ. ആമേൻ അതെ 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ആമേൻ എങ്ങനെയാണ് ഹല്ലേലൂയ വിശ്വാസം ഒരു വ്യക്തിയിലേക്ക് ആമേൻ വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചാട്ടെ 14-ാം വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ അപ്പൊ യേശു 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 ഹല്ലേലൂയ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അല്ലേ? ഹല്ലേലൂയ. ആമേൻ കേൾക്കാത്തവനെ അല്ല അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഹല്ലേലൂയ. അവൻ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. നോക്കണമേ, ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ എഴുതി നൽകിയിരിക്കുന്നത് പ്രസംഗിക്കുവാനാണ്. ഹല്ലേലൂയ. എന്താ പ്രസംഗിക്കേണ്ടത്? ഹല്ലേലൂയ സുവിശേഷം. ഹല്ലേലൂയ. എന്താ സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ആളുകളെ രക്ഷിക്കുകയും നീതിമാന്മാരാക്കുകയും ചെയ്യുന്ന ആമേൻ സുവിശേഷത്തെ കുറിച്ചുള്ള അവതരണം അല്ലെങ്കിൽ പ്രസംഗം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഹല്ലേലൂയ അല്ലെങ്കിൽ ഉപദേശം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എന്തായിരിക്കും പ്രതികരണം? ഹല്ലേലൂയ. അതെ, ലോകം മുഴുവൻ പ്രസംഗിക്കേണ്ട ആ വചനം ആമേൻ പ്രസംഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഇത് തീർച്ചയായും ആമേൻ ഒരു സന്തോഷ വാർത്തയാണ്. ഏത്? ഈ സുവിശേഷം. എന്താ സന്തോഷിക്കാൻ വക? കുരുടനാണെങ്കിൽ അവൻ കേട്ട് കഴിയുമ്പോൾ അവന്റെ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ചെകിടനാണെങ്കിൽ അവന്റെ പൊട്ട ചെവി തുറക്കും. ഹല്ലേലൂയ. ഊമനാണെങ്കിൽ അവന്റെ ഊമാവസ്ഥ മാറി അവൻ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ മുടന്തനാണെങ്കിൽ അവന്റെ മുടന്ത് മാറി നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കൂലിയാണെങ്കിൽ അവൻ നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. ആമേൻ. ഇന്ന് രാത്രി കവലകളിൽ കേൾക്കുന്ന ഏതെങ്കിലും പ്രസംഗം കേട്ടാൽ ഒരു കൂലി നിവർന്ന ചരിത്രമില്ല. ആമേൻ. ഏതെങ്കിലും
കുരുടൻ കാഴ്ച പ്രാപിച്ച ചരിത്രമില്ല. ആമേൻ. ഏതെങ്കിലും ആമേൻ വിധവ ആശ്വാസം പ്രാപിച്ച ചരിത്രമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുവാൻ ഉലകത്തിൽ അതേ പ്രസംഗിക്കുവാൻ അതേ പിതാവായ ദൈവം അതേ മാനവരാശിയുടെ കയ്യിൽ നൽകിയ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകമാണ്. ഇതെവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ആമേൻ അത് ചലിക്കാത്തത് ചലിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെ, ഇത് പഴയ നിയമ ഭക്തൻ വിളിച്ചു പറഞ്ഞെടുത്ത് അസ്ഥികൾ ആമേൻ നിവർന്ന് ചേരേണ്ടടുത്ത് ചേർന്ന് ഒരു മഹാസൈന്യമായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ അത് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ, ചിലരെ സൗഖ്യമാക്കുവാൻ പോകുകയാ. ആമേൻ ചിലർക്ക് വേണ്ടി ആമേൻ ചില വഴികൾ ദൈവം തുറക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി ആമേൻ അസ്ഥികളെ അതെ സൈന്യമാക്കി നിവർത്തുവാൻ ശക്തിയുള്ള ജീവന്റെ വചനം നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ ചില രോഗികളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായി വെളിപ്പെടുവാൻ പോകുകയാ. ആമേൻ ചിലരുടെ നിരാശകൾ മാറി അവർ സമാധാനം പ്രാപിക്കുവാൻ പോകുകയാ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം ആമേൻ ചില തലമുറകൾക്ക് വേണ്ടി നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി നൽകുന്ന രാത്രിയായി വെളിപ്പെടുവാൻ പോകുകയാ. അതേ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ചിലതിനെ ആമേൻ അതെ സൃഷ്ടിക്കുന്ന രാത്രിയായി. ഹല്ലേലൂയ. ചിലതിനെ വിളിച്ചു വരുത്തുന്ന രാത്രിയായി. ആമേൻ വിശ്വാസം അതേ വർദ്ധിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവരായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ആമേൻ അതേ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ അതേ ശക്തനായവൻ അവന്റെ വചനത്തിന്റെ ആഴത്തിലേക്കൊന്ന് ഇറക്കുവാൻ അതേ ആത്മാവ് അതേ മുട്ടോളമല്ല അരയോളമല്ല നീതിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധത്തിൽ ഭക്തനെ ഇറക്കിക്കൊണ്ടുപോയതുപോലെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി അതേ ആ പത്രോസ് ആ വല നിറച്ച് വലിച്ചു കോരി അവനും അവന്റെ കൂടെയുള്ളവരും സന്തോഷിച്ചതുപോലെ സന്തോഷിക്കുവാൻ ഉലകത്തക്ക വിധത്തിൽ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ഹല്ലേലൂയ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ മറുപടി നൽകുവാൻ ശക്തരായി അത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് തീർച്ചയായും ഒരു സന്തോഷ വാർത്തയാണെന്ന് പറയുന്നതിൽ അതിശക്തിയില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷേ ആളുകൾ അത് കേട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആമേൻ എന്ത് നല്ല വാർത്തയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുവാൻ ഇടയാകുമ്പോഴല്ലേ ഇത് നല്ല വാർത്തയായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അതിനാൽ സുവാർത്ത പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ആമേൻ അങ്ങനെ ആമേൻ ചെയ്യാൻ ദൈവം തന്റെ ദാസന്മാരെ അയക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഊന്നി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കണം? ആമേൻ. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആമേൻ. ഇത് പ്രസംഗിക്കുന്നിടത്തല്ല ആമേൻ ആളുകൾ കൂട്ടത്തോടെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ആമേൻ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ ആരാകുകയാണ്? സാക്ഷിയാകുകയാണ്. ആമേൻ. ആ മരണകരമായ ആ രോഗാവസ്ഥയിൽ നിന്ന് നീ എഴുന്നേറ്റ് ഹല്ലേലൂയ നിന്നെ എഴുന്നേൽപ്പിച്ച ആമേൻ കർത്താവിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകുന്ന രാത്രിയാ. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ആമേൻ. ചില ഞെരുക്കങ്ങൾ നാളുകളായി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ഞെരുക്കങ്ങൾ മാറി അവൻ വിശാലത നീ പ്രാപിക്കുന്ന രാത്രിയാ. അവൻ ഭക്തന്റെ നിലവിളി കേട്ട് അത് വിശാലത വരുത്തിയ ദൈവം നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നീ ഒന്ന് എഴുന്നേക്ക്, ഒരു ചുവട് മുമ്പോട്ട് വെക്കുക. നിന്റെ അവൻ അതിന് വിശാലമാകുക. അവൻ നിന്റെ വേദന മാറുക, നിന്റെ രോഗം സൗഖ്യമാകുക. അവൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമേൻ. നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആമേൻ നിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന അതേ ഉൾനട്ട ജീവന്റെ വചനമായി
സാധ്യമാകയാൽ ഇന്ന് രാത്രി നീ കണ്ണുമടച്ച് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ ശക്തനായവൻ ശൂന്യമായ പടവുമായി ഇരുന്നവന്റെ അരികിൽ വന്ന് ആഴത്തിലേക്ക് ഇറക്കി വലവീശെന്ന് പറഞ്ഞപ്പോ ദാദാ നിന്റെ വാക്കിന് ഞാൻ വലയേൽക്കാമെന്ന് പറഞ്ഞ് പത്രോസിന്റെ വല തടയുവാൻ തക്കവണ്ണം കരുതിയ ദൈവം നീ വിശ്വാസത്തോടെ അടുത്ത പ്രഭാതത്തിൽ ചുവടുവെക്ക്. നീ ചെല്ലുന്നിടത്ത് നിരാശപ്പെടുക ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. അബ്രഹാം വിശ്വാസത്തോടെ ഹല്ലേലൂയ മല കയറി. ആമേൻ. അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം ഇവിടെ. യഹോവ ഇതേ. ഹല്ലേലൂയ. ബാല്യക്കാരോട് പറഞ്ഞു ഇവിടെ നിൽക്ക്, ഞാനും എന്റെ മകനും കൂടെ മലയിൽ പോയി യാഗം കഴിച്ച് തിരിച്ചു വരാം. വിശ്വാസത്തിന്റെ വാക്ക ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. നീ കൽപ്പിക്കുക, അത് സംഭവിക്കുകയാ. ആ മലയോട് നീങ്ങി കടലിൽ പോയി അവൻ നീങ്ങി വീഴാൻ പറഞ്ഞാൽ അത് അങ്ങനെ നീങ്ങിപ്പോകും, മാറിപ്പോകുമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം എന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഞെരുക്കത്തിൽ, ഈ പ്രയാസത്തിൽ, ഈ കഷ്ടതയിൽ, ഈ പ്രതിസന്ധിയിൽ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആവശ്യങ്ങൾ അനവധിയാ. ആമേൻ. പ്രതികൂലങ്ങളാ, ആമേൻ കൂലങ്ങളാ മുമ്പിൽ. ഹല്ലേലൂയ. ആമേൻ. മേപ്പോട്ട് നോക്കി ആകാശവും താപ്പോട്ട് നോക്കിയ ഭൂമി. ഹല്ലേലൂയ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ അരുമനാഥൻ വിളിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു, നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്ത് തിന്നും, എന്തുടുക്കും, എവിടെ കിടക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ അവൻ പടചേർത്തവനെ പ്രസാദിപ്പിക്കുക. അവൻ വിശ്വസ്തനെന്ന് വേലക്കാക്കി വെച്ച ദൈവം പുലർത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് നാടും വീടും കൂടും വിട്ട അവൻ അന്യനാട്ടിൽ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ആയിരിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ന് രാത്രി ഞെരുക്കത്തിന്റെ അനുഭവമാണെങ്കിൽ അതേ ഞെരുക്കത്തിന്റെ അകത്ത് നിന്ന് ഒരു വിശാലത നൽകുവാൻ ശക്തനായവനത്തിന് കൂടെയുള്ളത്. ഹല്ലേലൂയ. അവൻ തരുന്നതിന് പരിമിതിയില്ല. ഹല്ലേലൂയ. പരിമിതിയില്ലാതെ തരുവാൻ ശക്തനായ ഒരുവനുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. കാക്കയെ ഒരിക്കലും ഏലിയാവിനോട് ആമേൻ എടാ ഞാൻ തന്നിട്ടല്ലേ ആമേൻ നീ അതേ സാപ്പാടടിച്ചതെന്ന് ചോദിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. അതേ കാക്കയോട് കൽപ്പിച്ചു. ഒരിക്കലും നമ്മുടെ നാട്ടിലെ കാക്ക ആർക്കും കൊണ്ട് ആഹാരം കൊടുത്ത ചരിത്രമില്ല. പക്ഷെ പ്രകൃതി പോലും തമ്പുരാനെ അനുസരിക്കാൻ ആമേൻ ഇടയായി തീർന്നു. ഒരു ഭക്തന് വേണ്ടി ഇന്ന് രാത്രി നീ ഒരു ഭക്തനായി. ഹല്ലേലൂയ. തിഷ്പയിൽ നിന്ന് തിഷ്പനായി ഏലിയാവ് ഭക്തനായി ദൈവഇഷ്ടം ചെയ്ത ആമേൻ ഇരിക്കാൻ പറയുന്നത് തിരിക്കാൻ തയ്യാറായ പ്രകൃതിയിൽ ആർക്കും ഇതുവരെ കൊടുത്തിട്ടുള്ള ചരിത്രം ഇല്ലാത്ത കാക്കയെ കൊണ്ട് കൊടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആമേൻ. കാക്കയെ കുറിച്ച് പറയുമ്പോ ഒന്നും കൂടെ എനിക്ക് പറയുവാനായിട്ട് ആമേൻ സ്വർഗം തരികയാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ആമേൻ ആരും പ്രസംഗിക്കാത്ത ഒരു പ്രസംഗം നോഗയപ്പച്ചൻ പ്രസംഗിച്ചു കേട്ടോ. പ്രസംഗത്തിന് കയ്യടി കിട്ടിയില്ല. അത് അടുത്ത വേദി കിട്ടിയില്ല. ഫ്ലെക്സ് ആരും അടിച്ച് ആമേൻ തൂക്കിയില്ല. ബാനർ കിട്ടിയില്ല. അവൻ പ്രസംഗത്തിന് ആരും മാർക്കിടാൻ, ആരും അത് കേൾക്കാൻ, ആരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ നോഗയപ്പച്ചൻ പ്രസംഗം നിർത്തിയില്ല. പ്രസംഗം തുടർന്ന് കേട്ടോ. ഇന്ന് രാത്രി പ്രസംഗത്തിന് അഭിപ്രായം പറയുന്നവരും മാർക്കിടുന്നവരും ആമേൻ എനിക്ക് വിഷയമല്ല. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം അതേ ലോകം മുഴുവൻ എത്തിക്കുവാൻ ദൈവം ആമേൻ വിശ്വസ്തരെന്ന് എണ്ണി അതെ ആക്കി വെച്ചിരിക്കുന്ന ആമേൻ അതേ അഭിഷക്തന്മാരെ അതേ അഭിപ്രായം പറയുന്നവർ അഭിപ്രായം പറയട്ടെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കമന്റ് ഇടുന്നവർ കമന്റ് ഇടട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ ലോകത്തിന്റെ അവസാനം ആകുന്നതിന് മുമ്പ് ആമേൻ ഈ ദൗത്യം ചെയ്യുവാൻ ദൈവം കണ്ട് ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ശ്രദ്ധിച്ചേ. നോഗയപ്പച്ചൻ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പ്രസംഗിച്ച് 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 പ്രസംഗത്തിന്റെ ഒടുവിൽ ഹല്ലേലൂയ അത് കേൾക്കാത്തവർ അയ്യം പിടിക്കത്തക്ക വിധത്തിൽ അത് പിടിച്ച പിടി വിട്ടുപോകത്തക്ക വിധത്തിൽ ആമേൻ സകലതും പ്രതികൂലമായി. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ ഉയർന്നു പൊങ്ങുന്ന ആ ഓളങ്ങളും തിരമാലകളും ശക്തമായ കാറ്റും പേമാരിയും ഭയപ്പെടേണ്ട അത് കൂടെയുണ്ടെന്ന് പറഞ്ഞ നാഥന്റെ ആ സുരക്ഷിതത്വം അനുഭവിച്ച പെട്ടകത്തിനകത്തിരിക്കുന്ന അതേ നോഗയപ്പച്ചൻ ആമേൻ പെട്ടകം തുറക്കാൻ പറഞ്ഞ സമയത്ത് തുറന്നു. ആമേൻ കിളിവാതിലൂടെ ഹല്ലേലൂയ ഒരു കാക്കയെ വിട്ട് കേട്ടോ. ഒരു മലങ്കാക്ക
കാക്കയെ ആമേൻ കാക്ക പിന്നീട് തിരിഞ്ഞു വന്നില്ല. കാരണം എന്താ? ആമേൻ വെള്ളത്തിൽ പിടിവിട്ട് മുങ്ങിപ്പൊങ്ങി ശ്വാസം മുട്ടി തത്ത ആമേൻ അത് കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട മിഷ്ടാന ഭോജനം ആമേൻ കണ്ടു കഴിഞ്ഞപ്പോൾ കാക്ക കൊത്തിപ്പറിച്ച് തിന്ന് ആമേൻ മറന്നുപോയി. അപ്പച്ചനെ മറന്നു, ആമേൻ പെട്ടകം മറന്നു, ആമേൻ അതെന്റെ വഴിക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ ഭക്തനായ ആമേൻ അതെ ഏലിയാവ് ആമേൻ അതെ ഇരുന്ന കെരീത്തില് ഹല്ലേലൂയ ആമേൻ അതെ അവന് ആവശ്യമായ ആഹാരം കൊടുത്തു വിട്ടത് ആമേൻ അതെ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാക്ക അതെ പിന്നെ കാണുന്നത് ഹല്ലേലൂയ ഭക്തനിരിക്കുന്നിടത്ത് ആഹാരം കൊണ്ടുവരുന്നതാ. ആമേൻ അന്ന് ആമേൻ അതെ ഇറങ്ങിപ്പോയി അതെ പിടിവിട്ട് അതെ ചത്ത് പൊങ്ങിയ ആകാരം കണ്ട് ആമേൻ ആമേൻ അതെ പോയ കാക്കയെ പിന്നെ കാണുന്നത് ആമേൻ എവിടെയാ? ആമേൻ ഭക്തനായ ഏലിയാവ് ഇരിക്കുന്നിടത്ത്. ഹല്ലേലൂയ. ആമേൻ തീർന്നില്ല, പിന്നെ കാക്കയെ കാണുവാൻ കഴിയുന്നത്. ആമേൻ ഭക്തനായ ഇയ്യോബിനോട് ചോദിച്ചു, ഇയ്യോബേ കഴിയുന്ന കാക്കക്കുഞ്ഞിന് അതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഹല്ലേലൂയ. പിന്നെ കാക്കയെ കാണുവാൻ കഴിയുന്നത് എവിടാന്നറിയാമോ? ആമേൻ അതെ ആ യേശു കർത്താവിനെ ആക്ഷേപിച്ച് അതെ കള്ളന്റെ കണ്ണ് കൊത്തി പറിക്കുവാൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഹോദര സഹോദരി, ഒരിക്കൽ പട്ടണത്തിൽ നിന്ന് പറന്നുപോയ കാക്കയെ ആമേൻ പിന്നെ മടക്കി കൊണ്ടുവന്നത് ഒരു ഭക്തന്റെ വിശപ്പ് മാറ്റുവാനാണെങ്കിൽ പിന്നീട് ആ കാക്കയെ തമ്പുരാൻ ഇറക്കിയത് ആമേൻ കർത്താവിനെ പുച്ഛിച്ച, കർത്താവിനെ ആക്ഷേപിച്ച ആമേൻ അതെ ആ കള്ളന്റെ കണ്ണ് കുത്തി പറിച്ചെടുക്കുവാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശു അവന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ജീവിക്കുവാൻ അത് ചുവട് വെക്കുന്ന അഭിഷക്തന്മാരെ ഞെരുക്കങ്ങളിലും പതറാതെ കണ്ട് പ്രതികൂലത്തിലും തളരാതെ കണ്ട് മുൻപോട്ട് പോകുവാൻ ഒരു ഭക്തനോട് കൂടെ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ആമേൻ ഭക്തനാണെന്ന് പറഞ്ഞ് കള്ളനന്റെ കൂടെയും ആമേൻ ഹല്ലേലൂയ പാപികളുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും ദുഷ്ടന്മാരുടെ കൂടെയും സമയം ചെലവഴിക്കുന്നവരുടെ കൂടെ ഇരിക്കാമെന്നല്ല. യഹോവയുടെ ന്യായപ്രമാണം അതേ രാപകൽ ധ്യാനിച്ച് ആമേൻ ഉലകമുള്ളിടത്തോളം കാലം ലോകത്തിന്റെ അറ്റം വരെ സാക്ഷ്യം വഹിക്കുന്നവന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ കരമടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. അതിന് വിസ്താരമാകാൻ പോക്ക് കേട്ടോ. ഹല്ലേലൂയ. വീട് വിട്ട് ആ സർക്കിള് വിട്ട് നിന്റെ ജില്ല വിട്ട് ആമേൻ നിന്റെ ആ ഗ്രാമം വിട്ട് ആമേൻ അടുത്ത അതിര് വിസ്താരമാകുക. ഇന്ന് രാത്രി അഭിഷേകത്തിനെ നീ വിശ്വസിക്കുക. ഇത് നിന്നോടുള്ള ഒരു പ്രവചന ദൂത. നീ വിശ്വസിക്കുക. ആമേൻ. താമസമില്ല. ആമേൻ. നിന്റെ അതിരുകൾ വിസ്താരമാകുക. ആമേൻ. നോക്കണമേ, കെരീത്തിലിരുന്ന് ശീലമുള്ള ഭക്തൻ ഹല്ലേലൂയ അതെ അതിര് വിശാലമാകുക. എവിടേക്കാ? സാരാഫാത്തിൽ വിധവയുടെ അടുത്തേക്ക്. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിന്ന് ആമേൻ അതെ അവൻ യാത്ര തുടരുക. നിന്റെ അതെ ആത്മീയ യാത്രയുടെ ആത്മീയ ശുശ്രൂഷയുടെ അതിന് വിശാലമാകുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി പ്രവചനാത്മാവി നിന്നെ നോക്കി വിളിച്ചു പറയുമ്പോൾ എത്ര പേര് വിശ്വാസത്താൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആമേൻ ചുവട് വെക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത് നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നീ ചെല്ലുന്നിടത്ത് നിനക്ക് വേണ്ടി അതേ കരുതിയവൻ. ഹല്ലേലൂയ. അതേ അബ്രഹാം മലമുകളിൽ കയറി പോകുമ്പോൾ ബാല്യക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും എന്റെ മകനും തിരിച്ചു വരും എന്ന് കഴിഞ്ഞിട്ട് ആരാധന കഴിച്ചിട്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ ആരാധിക്കാൻ പോയിട്ട് ആമേൻ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത ആമേൻ ഒരു സാഹചര്യമല്ല അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയത്. ഐശ്വര്യമായ ഒരു അനുഗ്രഹവുമായി ഇറങ്ങി വരുവാൻ സ്വർഗം അനുവദിച്ചെങ്കിൽ ആമേൻ ഈ സത്യ വേദ പുസ്തകം കയ്യിൽ പിടിച്ച് ആമേൻ സത്യത്തിന് വേണ്ടി അതേ ചങ്ങൂറ്റത്തോടെ നിൽക്കുന്ന അഭിഷേകന്മാരെ ആമേൻ രക്ഷിക്കുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ആമേൻ. അതേ മനുഷ്യർ തരുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ നിനക്ക് തരുന്ന ഒരു നല്ല അപ്പൻ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെ അപ്പന് നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തി നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ തന്റെ പുത്രനെ ഇവിടേക്ക് അയച്ചെങ്കിൽ ആ പുത്രന്റെ പ്രസംഗത്തിൽ ആ പുത്രനെ വിശ്വസിച്ച് ആ പുത്രനെ അനുഗമിക്കുവാൻ തയ്യാറായ പത്രോസിന് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ലേഖനം എഴുതിയപ്പോ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക
സമയത്ത് ഉയർത്തുന്നവനാണെന്ന് പ്രസംഗിക്കുവാൻ അനുഭവത്തിൽ നിന്ന് അതെ മുക്കുവനായ പത്രോസിനെ പൊക്കി അഭിഷേകം ചെയ്ത് ആത്മശക്തിയോടെ അയച്ച ദൈവം അവൻ ഇരുന്ന മാളിക മുറിക്കകത്ത് അവൻ കേട്ട വചനത്തിന്റെ ശക്തിയെ പകർന്നെങ്കിൽ ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വചനത്തിന്റെ ശക്തിയെ വിശ്വസിച്ച് അതെ ഒരുമനപ്പെട്ടിരിക്കുന്ന നിന്റെ മേൽ പകർന്ന് ലോകത്തിന്റെ അറ്റത്തോളം അയക്കുവാൻ ദൈവം ശക്തിയുള്ളവരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോട് ചേർത്ത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഒരു സർക്കിളിനകത്ത് ആമേൻ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഹല്ലേലൂയ ഒരു ശുശ്രൂഷ ദൈവം ആമേൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഉയരത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ നിന്നെ അയക്കുന്നത് ആരാ? സ്വർഗമാണ്. ഹല്ലേലൂയ. അത് 1 വർഷം 2 വർഷം 3 വർഷം ലോകത്തിലെ സിസ്റ്റമാണെന്നേ. ഒരു ഡോക്ടർ ആമേൻ ഗവൺമെന്റ് ഒരു ഡോക്ടർ ആമേൻ ഒരു 3 വർഷം അല്ലേ? അല്ല ആമേൻ ഒരു ഈ ലോക ഗവൺമെന്റിന്റെ സിസ്റ്റമാണ് 2 വർഷം. നമ്മൾ കാണുന്നില്ലേ? ശരിയല്ലെന്ന് കണ്ടാൽ തെറിപ്പിക്കുന്നത്. അങ്ങനെ തെറിപ്പിക്കുന്ന വെല്ലുവിളികളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. എന്നാൽ തെറിക്കാതെ തമ്പുരാൻ അയക്കുന്നിടത്ത് ഇരിക്കുവാൻ നിൽക്കുവാൻ തയ്യാറായ നിന്നെ തകർക്കാൻ നോക്കുന്നവർ അതല്ലേ ഹാമാൻ മോർദെഖായിയെ നിർത്തിയെടുത്ത് അവനെ തള്ളിയിട്ട് ഞെളിഞ്ഞ് ഇരിക്കാൻ നോക്കിയവൻ, ഒരുക്കിയ ആ കഴുമരത്തിൽ ഞെളിഞ്ഞിരിക്കാൻ നോക്കിയവൻ തൂങ്ങിപ്പോയി. ഇന്ന് രാത്രി അതെ നിന്നെ ഇല്ലാതാക്കി അതെ ഞെളിഞ്ഞിരിക്കുക അതെ കഴുമരം ഒരുക്കുന്നവൻ അതിനകത്ത് തൂങ്ങിക്കിടക്കുന്നത് നിന്റെ കണ്ടുകൊണ്ട് കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര വിശ്വസിച്ച് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണമേ, ക്രൂശിൽ കടന്ന് പ്രാകുകയും ആണയിടുകയും ചെയ്യുമ്പോൾ ഒരുത്തൻ ഹല്ലേലൂയ അതെ ഇന്ന് എന്നോട് കൂടെ നീ പരദീസയിൽ ഇരിക്കുമെന്നുള്ള ആമേൻ അതെ സന്ദേശം കേട്ട് ആശ്വാസം പ്രാപിച്ച് അവൻ നോക്കി നിൽക്കെ ഇതാ അതെ പ്രാഗയിട്ടവന്റെ ആമേൻ ആണയിട്ടവന്റെ കണ്ണ് ഹല്ലേലൂയ കാക്ക വന്ന് കൊത്തിപ്പറിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളും അയക്കുന്നുവെന്ന് പറഞ്ഞു. നോക്കണമേ, പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പോകുന്നിടത്ത് കയ്യടി കിട്ടത്തില്ലായിരിക്കാം. ആമേൻ. എപ്പോഴും എന്നെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. യേശുവും തന്റെ ശിഷ്യന്മാരും ആമേൻ അതെ ശമരിയ പട്ടണത്തിലേക്ക് പോകുകയാണ്. അതുവഴി കടന്നു പോകേണ്ടി വന്നു. ആമേൻ. ആ കിണറ്റിന്റെ കരയിൽ ആമേൻ ഒരു ചെയറിടാൻ ആരും കണ്ടില്ല. ഹല്ലേലൂയ. ഒരു പുൾപിറ്റോ ഒരു സ്റ്റേജോ ഒന്നും അവിടെ കെട്ടിയില്ല. ഒരു ബാനറും ഉണ്ടായില്ല. ആമേൻ. അതെ അവിടെ ചെന്ന് അരുമനാഥൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നീ എത്തപ്പെടുന്നതിന് മുമ്പേ ഹല്ലേലൂയ സ്വർഗം കണ്ടിരിക്കുന്നവനെ രക്ഷിക്കുവാൻ അതെ താൻ ഇറങ്ങി ആമേൻ നിൽക്കുന്നവനാ അതെ സ്വർഗത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേൻ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളും അയക്കുന്നെന്ന്. ഹല്ലേലൂയ. ഞാൻ വരണമെങ്കിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് അവിടെ എല്ലാം സെറ്റപ്പ് ആയിരിക്കണം. ആമേൻ. 50,000 വാട്സ് ആമേൻ പിന്നെ കീബോർഡ് പിന്നെ 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 എങ്കിലേ ഞാൻ എത്തത്തുള്ളെന്ന് അരുമനാഥൻ പറയുക. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നതെന്ന്. പിതാവ് തന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഹല്ലേലൂയ അവന് ജനിക്കുവാൻ അതെ ഇടമില്ലായിരുന്നെന്ന്. അതുകൊണ്ട് വഴിയിൽ ആമേൻ ഡെലിവറി നടന്ന് അതെ പുൽത്തൊട്ടിയിൽ എടുത്ത് കടത്തി. ആമേൻ. ജനനം അങ്ങനെയാ. അത് കഴിഞ്ഞ് ആമേൻ സഞ്ചരിക്കാൻ വാഹനം അയ്യോ പറയരുത് ഹല്ലേലൂയ പോട്ടെ. ആമേൻ. അങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആമേൻ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചു. ആമേൻ. മാനവരാശി രക്ഷപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ ത്യാഗോജലമായ ആമേൻ സേവനം, ത്യാഗോജലമായ പ്രവൃത്തി. ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥന് ഈ ആമേൻ താണ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച വഴിയ. ഹല്ലേലൂയ. ആ വഴി ആമേൻ തെരഞ്ഞെടുത്ത പൗലോസ് പറഞ്ഞു ആമേൻ എല്ലാം ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണി ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ പരമവഴിയുടെ ലാക്കിലേക്ക് ഹല്ലേലൂയ ആമേൻ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുക? ഓടുകയാ. എങ്ങനെ? ആമേൻ. മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നും കൊണ്ട്. ഇന്ന് രാത്രി ആമേൻ വാരി കൂട്ടാമെങ്കിൽ എന്തേലും കൂട്ടാമെന്ന് ചിന്തിച്ച് ഓടിയ
എന്നല്ല എഴുതിയിരിക്കുന്നത്, ഉണ്ടായിരുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് ഹല്ലേലൂയ നിരവണ കാലം എടുത്തപ്പോൾ ഹല്ലേലൂയ ആമേൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആമേൻ മറന്നു വെച്ച പുതപ്പും ലിഖിതങ്ങളും കൂടെ എടുത്തുകൊണ്ട് വരണമേ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്. ആമേൻ. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ദൈവം വിശ്വസ്തനെന്നെണ്ണി ആക്കി വെച്ച നോഹയപ്പച്ചന്റെ പ്രസംഗം ഹല്ലേലൂയ അത് പെട്ടകത്തിനകത്ത് വാരിക്കൂട്ടാൻ പറഞ്ഞതെല്ലാം വാരിക്കൂട്ടി ഹല്ലേലൂയ. എന്നിട്ട് പെട്ടകത്തിൽ നിന്ന് ആമേൻ ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങി എല്ലാത്തിനും വിട്ടു. പിന്നെ നോഹയപ്പച്ചനും മക്കളും മാത്രമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വന്തം പേരിലും മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും ആയിക്കോട്ടെന്ന് ആമേൻ വിമർശനം വേണ്ട, അഭിപ്രായം വേണ്ട. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനാ ദൈവമാക്കി വെച്ചത്. ഇന്ന് രാത്രി ആ വചനം കേൾക്കുന്നവരാണ് അത് രക്ഷ പ്രാപിക്കുന്നത്. ആ വചനം കേൾക്കുന്നവരാണ് ശക്തി പ്രാപിക്കുന്നത്. ആ ശക്തി പ്രാപിച്ചവരാണ് സാക്ഷിയാകുന്നത്. ആ സാക്ഷിയാകുന്നിടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. ആമേൻ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അപ്പൊ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് എങ്ങനെ അയച്ചത്? സകല മഹത്വവും ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അത് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ ഹല്ലേലൂയ താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഹല്ലേലൂയ. ആമേൻ. അത് ഇന്ന് രാത്രി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷക്തന്മാരെ ചങ്കത്ത് കൈവച്ച് ഒന്ന് ചോദിക്കുക. ആമേൻ. ഞാൻ ഈ പ്രവർത്തനത്തിന്റെ ആമേൻ അതേ ഭാഗവാക്കാകുവാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്നിടത്ത് ഞാൻ എങ്ങനെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. അതെ, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്ന അഭിഷക്തന്മാരുടെ പ്രസംഗത്തിനകത്ത് ആമേൻ എന്ത് വേണം? മാനസാന്തരം വേണം, പാപമോചനം വേണം. ഹല്ലേലൂയ. അതെവിടൊക്കെ? യെരൂശലേം തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കണം. അത് യെരൂശലേമിലായാലും ജാതികളുടെ ഇടയിലായാലും എന്താ പ്രസംഗിക്കേണ്ടത്? മാനസാന്തരം. ഹല്ലേലൂയ. മാനസാന്തരം ഒന്നും വേണ്ടെന്നേ. വന്നോണം, നിന്നോണം, തന്നോണം, പൊക്കോണം. അല്ലെ? വന്നോണം, നിന്നോണം, തന്നോണം, പൊക്കോണം. ഹല്ലേലൂയ. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്നേ. ഇനി കർത്താവ് വരുമ്പോ പോയില്ലേലും കുഴപ്പമില്ല. ആമേൻ. എനിക്ക് കിട്ടേണ്ടതൊക്കെ തന്നോണം. ഹല്ലേലൂയ. ആമേൻ. ഉള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ തരുന്നത് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് പേടിയാ. ഇന്ന് നീ പേടിക്കേണ്ടത് ആരെയാണെന്ന് അറിയാമോ? ആമേൻ. നിന്നെ ഈ വേലയ്ക്ക് വിളിച്ചാക്കി വെച്ച സ്വർഗത്തിലെ ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഹല്ലേലൂയ. ആദാമിനെ ഭയപ്പെടാൻ അത് ഏലിയാവ് എന്ത് ചെയ്തില്ല? തയ്യാറായില്ല. പക്ഷെ ഏലിയാവ് ഭയപ്പെട്ടത് ആരെയാണെന്നറിയാമോ? ഇസബേലിനെയാണ്. ഹല്ലേലൂയ. നോക്കണേ, ആദാമിന്റെ ഭാര്യ ഇന്നും ആമേൻ പലരും ഭയപ്പെടേണ്ട വിഷയം അവിടെയാ. ഹല്ലേലൂയ. സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാടും, 8ന്റെ പണി കിട്ടും. ഹല്ലേലൂയ. അതെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആമേൻ. ഇന്ന് രാത്രി അതെ പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കുന്നിടത്ത് ഒടുവിൽ ഹല്ലേലൂയ മർക്കോസിന്റെ സുവിശേഷം ആമേൻ 16-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 15-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വേഗം വായിച്ചേ. മർക്കോസ് 16:15. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. വേഗം വായിക്കും. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പി. ഇന്ന് നമുക്കറിയാം ലോകം മുഴുവൻ കൊറോണയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആമേൻ എവിടെയും പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ അറ്റം വരെ പോകുവാനുള്ള ക്രമീകരണങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ദൈവം കൊടുത്ത് അവൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ ഇരുന്നു കൊണ്ട് വിഗ്രഹാകാശത്തേക്ക് യാത്ര ചെയ്യാതെ കണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണുവാൻ തക്കമുള്ള ക്രമീകരണം മനുഷ്യൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. അത് എന്തുകൊണ്ട് സുവിശേഷീകരണം അതിനകത്തൂടെ നടക്കുന്നില്ല? ആമേൻ. ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ ഏത് മൂലയിലും മുക്കിലും ഇരിക്കുന്ന
ശ്രദ്ധിക്കുന്നവർക്ക് വേണമെങ്കിൽ കേൾക്കുവാൻ കഴിയുന്നതക്ക വിധത്തിൽ, കാണുവാൻ കഴിയുന്നതക്ക വിധത്തിൽ ആമേൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ വീഡിയോയിലൂടെ, ഈ ലൈവിലൂടെ ആമേൻ ഞാൻ പ്രസംഗിക്കുന്ന ആമേൻ യേശുവിന്റെ വചനം, ഹല്ലേലൂയ, പിതാവായ ദൈവം നൽകിയ രക്ഷയുടെ സന്ദേശം ആമേൻ വിളിച്ചു പറയുന്നത് ഒരു പാപി മനം തിരിയുവാനാ, ഒരു രോഗി സൗഖ്യമാകാനാ, ആമേൻ ഒരു ഭൂതബാധിത വിടുവിക്കപ്പെടാനാ, ദൈവനാമം മഹത്വപ്പെടുവാനാ. ഹല്ലേലൂയ. അക്കാലത്ത് പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ ലുദിയുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. വെളിച്ചപ്പാടത്തെക്കാരിയുടെ മേലുണ്ടായിരുന്ന ദുരാത്മാവ് വിട്ടുമാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗത്തിന് മാർക്കിടുന്നവർ മാർക്കിട്ടോട്ടെ, പ്രസംഗത്തിന് ആമേൻ വിമർശനം കൊടുക്കുന്നവർ വിമർശിച്ചോട്ടെ. ആമേൻ എവിടെയെങ്കിലും ഒരു പാവി മനം തിരിയുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ വചനത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇന്ന് രാത്രി ഈ സന്ദേശം ഈ ലൈവിലൂടെ വിളിച്ചു പറയുമ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ചില അന്ധകാര മണ്ഡലങ്ങൾ അതെ വീഴുന്ന രാത്രിയായി ഞാൻ കാണുകയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ട്. ഹല്ലേലൂയ. അതെ ലോകം മുഴുവൻ ഈ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അതെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഇത് കർത്താവ് നൽകിയ ആമേൻ ആലോചനയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രസംഗം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ആമേൻ. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചു. ഇനി വിശ്വസിക്കേണ്ടത് അവനവന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കേട്ടിട്ട് വിശ്വസിക്കണമെന്ന് നിന്റെ അകത്ത് ആത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോ, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. വിശ്വസിച്ചില്ലെങ്കിലോ അതെ നീ ആമേൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഹല്ലേലൂയ. മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28:18, 19, 20 വാക്യം വായിക്കണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ആമേൻ. അതെ ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവ് കൂടെ ഇരിക്കും. ആമേൻ. ആകെയാ നിങ്ങൾ പുറപ്പെട്ട ആമേൻ സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18, 19, 20. യേശു അടുത്തു ചെന്നു. ഇന്ന് രാത്രി നീ ഒരു ശിഷ്യനാണെങ്കിൽ നിന്റെ അടുത്ത് യേശു വരികയാണ്. ഹല്ലേലൂയ. അവൻ കള്ളുകുടിയുടെ അടുത്ത് ചെന്നെന്നല്ല. ഹല്ലേലൂയ. കള്ളുകുടിയെ അല്ല അവൻ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത് വന്നെന്ന്. ഇന്ന് രാത്രി നീ ക്വാളിറ്റിയുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ അടുത്ത് യേശു വരികയാണ്. ഹല്ലേലൂയ. ഒരു ദൗത്യം ഏൽപ്പിക്കാം. എന്താ ദൗത്യം? യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ട, ആകെ നിങ്ങളാ പുറപ്പെടേണ്ടത്. ഇന്ന് രാത്രി സഹോദര, സഹോദരി, മാതാവേ, കുഞ്ഞെ, നിന്റെ അടുത്ത് യേശു വന്നിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ യേശു നിന്റെ അതിര് വിസ്താരമാക്കാൻ പോകുകയാ. രണ്ടക്ഷരം കൂട്ടി പറയാൻ മുട്ടുകാലടിക്കുന്ന നിന്നെ അവൻ ശക്തീകരിച്ച് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ മോക്ഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവം ഇന്ന് രാത്രി വിശേഷമായ ജ്ഞാനം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ ശക്തനെന്ന് പറഞ്ഞാൽ നിന്റെ അകലത്തെ ബലപ്പെടുത്തുവാൻ, നിന്റെ ആമേൻ അതെ ആ ബുദ്ധിയെ വികസിപ്പിക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ ചിന്തകളെ വികസിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ നിന്റെ ഭയത്തെ പുറത്താക്കി, ഹല്ലേലൂയ, ശക്തിയോടെ നിന്നെ ഉപയോഗിക്കുവാൻ യേശു ഇന്ന് രാത്രി നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ പാടാനാകട്ടെ, പ്രാർത്ഥിക്കാനാകട്ടെ, പ്രസംഗിക്കാനാകട്ടെ, ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ സാധിക്കാത്ത നിലയിൽ ഭയം നിന്നെ അതേ നയിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ഭയത്തെ പുറത്താക്കി കുഞ്ഞെ പാടുവാനുള്ള കൃപ നിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗം പകരുകയാണ്. ഹല്ലേലൂയ. അത് പ്രസംഗിക്കുവാനുള്ള കൃപ സ്വർഗം നിന്റെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ലോക രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. 4 പേരുടെ മുമ്പ് നിൽക്കുവാൻ ത്രാണിയില്ലാത്ത നിന്നെ 4000 പേരുടെ മധ്യത്തിൽ നിർത്തി ദൈവം നിന്നെ ശക്തമായി അതെ അവിടുത്തെ പ്രോഫിറ്റ്, അവിടുത്തെ ഒരു പ്രവാചകനായി എഴുന്നേൽപ്പിക്കുന്ന രാത്രി എന്ന് സഹോദര നിന്നെ ഇന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഓ റബ ശാന്തേരകനസ് അധരഗനഗസ്യ യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ചെയ്യും. ആമേൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്നാനം കഴിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ. കണ്ടോ, നിന്റെ അപ്പാപ്പനെയും നിന്റെ ഉമ്മാമയും നിന്റെ അപ്പച്ചന്റെ അനിയനെയും നിന്റെ ഭാര്യയുടെ വീട്ടുകാരെയും അങ്ങനെയല്ല പറഞ്ഞേ. ഹല്ലേലൂയ. ആ സ്നാനപ്പെടുത്തുക. ഇന്ന് ആരുടെയാ സ്നാനം? അത് അമ്മാവന്റെ മകന്റെ. എവിടെയാ മീറ്റിംഗ്? അത് കൊച്ചപ്പന്റെ വീട്ടില്. ഹല്ലേലൂയ. എവിടെയാ സ്നാനം? അത് അമ്മായിച്ചന്റെ വീട്ടില്. ഹല്ലേലൂയ. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാ. ലോകത്തിന്റെ അറ്റത്തോളം പോകുക. ഹല്ലേലൂയ. അവിടെ പോകരുത്. ഈ വർഷം നിന്നെ അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. ആമേൻ. ആര് പറഞ്ഞു? ഇന്ന് രാത്രി അഭിഷേകനെ നിന്റെ കാതൊന്ന് തുറക്ക, നീ വചനം കേൾക്ക, നീ വിശ്വസിക്ക, നിന്റെ അതിരുകൾ മാറുകയാ. ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗം നിന്നെ അയക്കാൻ പോവുകയാണ്. ആത്മാവി ദൈവാത്മാവ് നൽകിയ ദൂത് നാളുകളായി കത്തുന്നുണ്ട്. പക്ഷെ കൂച്ചുമൽ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുതെന്ന പലരും കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതിനെ പൊട്ടിച്ച് നിന്നെ ഇറക്കുന്ന രാത്രി. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. അഭിഷേകരെ, നിന്റെ മേൽ ശുശ്രൂഷയുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ മേൽ അധികാരമുണ്ട്. എന്നാൽ ചില നേതൃത്വങ്ങൾ നിന്നെ കൂച്ചുമലം വിട്ട് പൂട്ടിയിരിക്കുന്ന പൂട്ട് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ ഈ 16ാമത്തെ രാത്രി ആത്മാവ് നൽകുന്ന ദൂത് ഈ ലൈവിലൂടെ ഇത് സോഷ്യൽ മീഡിയ എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി നിന്നെ അഭിഷേകം ചെയ്തത് സ്വർഗമാണെങ്കിൽ അറ്റത്തോളം എത്തത്തക്ക വിധത്തിൽ അതേ വാതിലുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്നവൻ ഇന്ന് രാത്രി ഇറങ്ങി അത് നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. നീ കണ്ട വാഗ്ദത്തമില്ലേ? പാലിൽ തേനമൊഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവിടെ എത്താതിരിക്കുക. നിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഉയർന്നു പൊങ്ങുന്ന ചെങ്കടലില്ലേ, ആ യോർദാനില്ലേ, ആ മരുഭൂമിയില്ലേ, അവിടെ നിന്നോട് കൂടെ ഇരുന്ന് ജയോത്സവമായി നടത്തുന്നവർ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ആമേൻ. ഈ കർത്താവ് എല്ലാ നാളും കൂടെ ഉണ്ട് കേട്ടോ. ആമേൻ. നേതാക്കന്മാരൊക്കെ മൂക്കി പഞ്ഞി വെച്ച് മണ്ണിലേക്ക് പോകും. ഹല്ലേലൂയ. പിന്നെ അടുത്ത് വരുന്ന നേതാവ് അനുകൂലമല്ലെങ്കിൽ, അതല്ലേ യോസേഫിനെ അറിയാത്ത മറ്റൊരു ഫറവോൻ. ഹല്ലേലൂയ. അതെ, നിന്നെ അറിയാത്തവര് ഭരണകസാരയിൽ ഇരുന്ന് കഴിഞ്ഞ കാര്യം പോക്കാ. അറിയുന്നവരിയ്ക്കുമ്പോൾ നേട്ടം ഉണ്ടെങ്കിൽ പോട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കണമല്ലോ. ഓരോ ദൈവമക്കളുടെയും ശ്രദ്ധ ആകർഷിക്കേണ്ട ഒന്നാണ് വിശ്വാസ വിഷയം. ഹല്ലേലൂയ. ദൈവവുമായുള്ള നമ്മുടെ നടത്തത്തിൽ വിശ്വാസം വളരെ പ്രധാനമാണ്. നേതാക്കന്മാരുടെ കൂടെ നടക്കണമെങ്കിൽ വിശ്വാസമൊന്നും വേണ്ട. അവരുടെ സൂക്കേഴ്സും പിടിച്ച് അവർക്ക് വെച്ച് വിളമ്പി അവരെ ഒന്ന് പ്രസാദിപ്പിക്കാൻ തയ്യാറായാൽ കാര്യമൊക്കെ അല്പസ്വല്പമൊക്കെ ഭംഗിയാകുന്നേ. പക്ഷേ ആ കസാരയിൽ ഇറങ്ങിക്കഴിയുമ്പം കാര്യം പോക്ക. എന്നാൽ പിതാവിന് ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് തന്റെ പുത്രനെ ഇറക്കാൻ ആർക്കും കഴിയത്തില്ല. അവനാ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത്. അവനൊരു ഡോർ ഓപ്പൺ ചെയ്ത് നിന്നെ അതിരുകളെ വിശാലമാക്കി നിന്നെ അങ്ങ് വിട്ടാൽ അതിനെ പൂട്ടാൻ ഒരു ശക്തിക്കും പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിലാണ് സ്വർഗം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവുമായുള്ള നമ്മുടെ നടത്തത്തിൽ വിശ്വാസം വളരെ പ്രധാനമാണ്. അതുകൂടാതെ അവനെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ താൻ അതേ പ്രേരിതനായി തന്റെ തൂലിക ചലിപ്പിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആരാ പ്രതിഫലം തരേണ്ടത്? ആരാ നന്മ തരേണ്ടത്? അതെ, നീ വിശ്വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എനിക്കറിയാം, ഉള്ള കഞ്ഞിക്കകത്ത് പാറ്റ വീഴുന്ന പരിപാടിയാ. എന്താ ഉള്ളത് പറഞ്ഞാൽ? ഹല്ലേലൂയ. ഞാനൊരു ചൊല്ലിങ്ങനെ കേട്ടിട്ടുണ്ട്, ഉള്ളത് പറഞ്ഞാൽ അമ്മ തല്ലുകൊണ്ടു. ഹല്ലേലൂയ. സത്യം പറഞ്ഞ അമ്മ തല്ലുകൊണ്ടു. സത്യം പറഞ്ഞില്ലെങ്കിൽ അപ്പൻ പട്ടിയർച്ചു കഴിക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കഥ പറയാൻ സമയമില്ല. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം എന്നാ
ആമേൻ. ദൈവവചനം ആമേൻ ശാരീരികമായി അനുഭവിക്കുന്നതിനായി ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഉദാഹരണത്തിന് രക്തസ്രാവമുള്ള സ്ത്രീ, ആമേൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് അവള് കേട്ടപ്പോൾ ഹല്ലേലൂയ തന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിൽ ഒന്ന് തൊടിയുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് സ്വയം പറഞ്ഞ് ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ആ വസ്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് അവൾ ആമേൻ കേട്ടതിനോട് അതെ പറഞ്ഞതിനോട് അവൾ പ്രതികരിച്ച് ആമേൻ അവൾ സൗഖ്യം പ്രാപിപ്പാനിടയായി. ഇന്ന് രാത്രി നീ കേട്ടത് ആമേൻ നീ പറയുവാൻ തയ്യാറാകണം, നീ വിശ്വസിക്കുവാൻ തയ്യാറാകണം, അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകണം. ആമേൻ. നോക്കണമേ, ആമേൻ ആമേൻ സ്രാവമുള്ള സ്ത്രീ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. തന്റെ വസ്ത്രത്തിൽ തൊടാൻ അത് കഴിയുമെങ്കിൽ അവൾ സുഖപ്പെടുമെന്ന് സ്വയം പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് അവൾ കേട്ടതിനോടും അവൾ പറഞ്ഞതിനോടും അവൾ പ്രതികരിച്ച ആ മാത്രയിൽ അവങ്കിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ട് അവൾ രോഗശാന്തിയുള്ളവളായി മാറി. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ പിതാവായ ദൈവം ഒരുക്കി നിർത്തിയ ആമേൻ അയച്ച നസറേത്തുകാരനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ഇന്ന് രാത്രി ആമേൻ ഈ പ്രസംഗത്തിന്റെ അവസാനത്തിലേക്ക് എത്തി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രക്തസ്രാവക്കാരിയ സ്ത്രീ ഹല്ലേലൂയ അതെ വിശ്വസിച്ച് പ്രതികരിച്ച് ഓടി അത് തൊട്ട് അതെ ക്ഷണത്തിൽ സൗഖ്യമായതുപോലെ ഇന്ന് രാത്രി അതെ നിന്റെ അവസ്ഥ മാറുവാൻ ഹല്ലേലൂയ നീ കേട്ടത് വിശ്വസിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആവശ്യക്കാരിയാ കേട്ടോ. ആമേൻ. ഡിഗ്രി ഉള്ളവന്റെ അടുത്തേക്ക് ഓടിയില്ലെന്ന്, പ്രാപ്തിയുള്ളവരുടെ അടുത്തേക്ക് ഓടിയില്ലെന്ന്, പ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നെന്ന്, കഴിവുള്ളവരൊക്കെ ഉണ്ടായിരുന്നെന്ന്, അവരൊന്നും വന്നിട്ട് ശരിയായില്ലെന്ന്. അതെ ശരിയായ ഒരു വിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് അവൾ എത്തപ്പെട്ടപ്പോൾ അവൾ ചലിക്കാൻ തുടങ്ങിയെന്ന്. ഇന്ന് രാത്രി ആത്മാവ് നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ചലിക്കാൻ തുടങ്ങും. നിന്നെ ചലിപ്പിക്കുന്ന പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആരെ കൊണ്ട് സൗഖ്യമാക്കുവാൻ അതെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനെ വിശ്വസിച്ചോടിയവൾ അതെ തൊട്ടവൾ അതെ സൗഖ്യമാകത്തക്ക വിധത്തിൽ അവന്റെ നിന്ന് ശക്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 20-22 വാക്യം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ള കൊണ്ട് ഉള്ളം കൊണ്ട് പറഞ്ഞ് ആമേൻ പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊങ്ങൽ. ഹല്ലേലൂയ. എല്ലാവരും എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ മുമ്പിൽ പോയി സ്ഥലം പിടിക്കാനായിട്ട് ഒന്നും ശ്രമിച്ചില്ലെന്ന്. ഹല്ലേലൂയ. അവൾ പിറകിൽ പോയി. ആരും കാണാൻ. ഒരു പക്ഷേ ഇന്ന് രാത്രി നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ നീ ചെല്ലുന്നിടത്ത് നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഇന്ന് രാത്രി നിന്റെ മൈൻഡ് ചെയ്യുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നിന്റെ ആവശ്യം എന്തായാലും ഹല്ലേലൂയ നിന്റെ ഓട്ടം കാണുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നിന്റെ യാത്ര കാണുന്ന ഒരുവനുണ്ട്. നിന്റെ ബുദ്ധിമുട്ട് കാണുന്ന ഒരുവനുണ്ട്. നിന്റെ ഞെരുക്കം കാണുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ ഇന്ന് രാത്രി ആരും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും, ആരും വരുന്നില്ലെങ്കിലും, ആരും കരുതുന്നില്ലെങ്കിലും കരുതുന്ന ഒരുവൻ, തിരിഞ്ഞു നോക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. മകനെ എന്ന് വിളിച്ചുകൊണ്ട്, മകളെ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആ അരുമനാഥൻ അതെ നിനക്ക് വേണ്ടി തിരിയുകയാ. നിന്റെ മുമ്പിൽ നടന്നു പോകുന്നവൻ നിനക്ക് വേണ്ടി തിരിയുകയാ. അവൻ വിശ്വാസത്തിന്റെ നായകനാ, അവൻ പൂർത്തി വരുത്തുന്നവനാ. അവൻ ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്ന നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. വിശ്വസിക്കുന്ന സഹോദരങ്ങൾ കൂടെ പറട്ടെ, നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി
സ്വർഗം നിന്നെ സൗഖ്യമാക്കുക, സ്വർഗം നിന്നെ തൊടുകയാ. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. നീ കരഞ്ഞതോ, നീ പ്രാർത്ഥിച്ചതോ, ആമേൻ, നീ ഉപവസിച്ചതോ ഒന്നും വൃഥാവല്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം നിന്നെ തൊടുന്ന രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് കൂടുതൽ വിശ്വാസം എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് ആമേൻ ഒന്ന് പോയി ആമേൻ നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തുകൾ ഹല്ലേലൂയ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അത് ധ്യാനിക്കണം. ഹല്ലേലൂയ. അത് വിശ്വാസം ദൈവവചനത്തിന്റെ ഫലമാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. അതായത് വിശ്വാസം ദൈവവചനത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. എന്നാൽ അബ്രഹാമിന്റെ ചരിത്രം മാത്രം എഴുതി വെച്ചാൽ മതിയായിരുന്നല്ലോ. വിശ്വാസ വീരന്മാരുടെ പട്ടിക ആമേൻ എബ്രായ ലേഖന കർത്താവ് സുന്ദരമായി അത് 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രം മതിയായിരുന്നല്ലോ. ഹല്ലേലൂയ. ഈ 2 ആമേൻ പേജ് കൊണ്ട് മാത്രം ബൈബിള് തീർക്കാമായിരുന്നല്ലോ. അങ്ങനെ ഇറങ്ങിയ എല്ലാം കിട്ടുമെന്നായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. എന്നാൽ ശരിയായ വിശ്വാസം ദൈവവചനത്തിന്റെ ഫലമാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അതായത് വിശ്വാസം ദൈവവചനത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം ആമേൻ അതെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. ആ പ്രത്യക്ഷതയിൽ ദൈവം അവന് കൊടുത്ത കാര്യങ്ങൾ അവൻ അച്ചിട്ടായി ചെയ്യുവാൻ, അനുസരിക്കുവാൻ തയ്യാറാകുന്നതിനനുസരിച്ച ദൈവം അവന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനാൽ വചനം കേൾക്കുന്നതാണ് എനിക്ക് നിങ്ങൾക്കും കൂടുതൽ വിശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണമിടയായി. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തനരഹിതമായിരിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. കാരണം അത് മരിച്ചവരായി കണക്കാക്കണം. ഹല്ലേലൂയ. മറിച്ച് അതിൽ പ്രവർത്തിക്കുക. ആമേൻ. അത് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഹല്ലേലൂയ നിങ്ങൾ അനുസരിച്ച് അതിൻ പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് ഹല്ലേലൂയ ആ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായ സ്വതവേ നിർജീവമാകും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങൾ വിശ്വസിക്കും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അവിടുത്തെ വചനത്തിൽ നിന്നുള്ള വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചതിനായി നന്ദി പറയുക. യേശുവിന്റെ നാമത്തിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം കാണാൻ ഞാനിപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ വർധനവ് ഉണ്ടാകേണ്ടതിനായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന്റെ അബദ്ധനമില്ലാത്ത ശക്തി ശ്രോതാക്കളിൽ അങ്ങ് പകരമേ. ഓ രാമശാധരഗണ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവെ വർദ്ധിപ്പിച്ചാണ് ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ചില കണ്ണുനീർ തുടയ്ക്കപ്പെടട്ടെ, രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, കടക്കെണികൾ ആമേൻ കൊടുത്തു വീട്ടുവാനുള്ള വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കട്ടെ. ആമേൻ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കട്ടെ. തലമുറകളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർ സമാധാനം പ്രാപിക്കട്ടെ. സൗഖ്യമില്ലാത്ത വ്യക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സമസ്ത മേഖലകളിൽ നിരാപരാധ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം ചലിക്കട്ടെ. പുത്രനായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആമേൻ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ആമേൻ. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ
ദൈവം വിശ്വസ്തനെന്ന് ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരുടെ മുമ്പിലുള്ള ആമേൻ അതേ ഞെരുക്കങ്ങൾ, വാതിലുകൾ ഓപ്പണായി അവർ വിശാലതകളിൽ ആമേൻ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ശക്തരായി മാറുവാൻ ഇടയാകട്ടെ. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. വാട്സപ്പ് നമ്പറാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. നാളെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം, ഉച്ചയ്ക്ക് ശേഷം 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയം ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി തത്സമയ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കാളികളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി, ആ ഗ്രൂപ്പിൽ കയറി തത്സമയം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.